ശ്രീ രാഹുൽ ഈശ്വർ, കേരളത്തെ ഒന്നാകെ വലിയ രീതിയിൽ ഇളക്കി മറിച്ചൊരു സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിനെതിരെ ധാരാളം പരാതികൾ വന്നു, കേസെടുക്കുന്നു, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ മാലാ പാർവതി ഒരു വിരുദ്ധ അഭിപ്രായം, അല്ലെങ്കിൽ അവരുടെ കേസ് എടുക്കേണ്ട, അതിൽ അന്വേഷണം വേണ്ട, SITക്കെതിരെയൊക്കെ അവർ രംഗത്ത് വരുന്നത്. എന്താണ് ഇതിനോടുള്ള താങ്കളുടെ ഒരു മറുപടി? നമ്മൾ മാലാ പാർവതി കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു കലാകാരിയാണ്. എന്നും സ്ത്രീപക്ഷ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന, വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി വോയിസ് റേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാലാ പാർവതി മാഡവും ഞാനും ഒക്കെ പലപ്പോഴും തർക്കിച്ചിട്ട് തന്നെയുണ്ട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ബഹുമാന്യമായ സ്റ്റാൻഡാണ്. സിനിമ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ചില തെറ്റുകാരുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവർക്കെതിരെ പോരാട്ടം വേണം. ശ്രീ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ, ശ്രീ മോഹൻലാൽ സൂചിപ്പിച്ചതുപോലെ, ഇവരാരും നമുക്ക് അന്യരായ വ്യക്തികളല്ല. ഒരു പോലീസ് ഹരാസ്മെന്റോ ലീഗൽ ഹരാസ്മെന്റോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം തെറ്റുകാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുകയും അതോടൊപ്പം ഇനിയും ഇങ്ങനെ തെറ്റുകൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു സമീപനവും കൂടിയാണ് വേണ്ടത്. ഹേമ കമ്മിറ്റിയെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഒരാൾ പോലും ഹേമ കമ്മിറ്റിയെ തെള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്രായോഗികമായി കയ്യടിക്ക് വേണ്ടി മാത്രമാണ് ചില ആൾക്കാർ നിലപാടെടുത്തിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി സംസ്ഥാന സർക്കാരിനോട് ഒന്നിച്ചാണ്. ഇപ്പൊ ഞാനൊക്കെ ഇടതുപക്ഷ വിരുദ്ധനാണ്, പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളാണ്. വെറുതെ കയ്യടിക്ക് വേണ്ടിയും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയും കുറെ സിനിമാക്കാരെ പിടിച്ച് ജയിലിലിടുന്നതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് പഴയ തെറ്റുകളിൽ നമ്മൾ പഠിക്കണം. പുതിയൊരു യുഗപ്പിറവിയുടെ നാന്ദിയാകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ നിലപാടിലേക്ക് എല്ലാവരും എത്തണം. WCCയുടെയും വളരെ പക്വമായ നിലപാടുകളാണ് പലപ്പോഴും എടുത്തത്. WCC പോലും മാലാ പാർവതി മാഡം എടുത്ത വളരെ സമചിത്തതയോടെയുള്ള പക്വതയുള്ള നിലപാട് കൂടി അംഗീകരിച്ചുകൊണ്ട് FIRും കേസും പ്രാക്ടിക്കലും പോസിബിളും അല്ല. 30 വർഷം മുമ്പ് ഒരു പീഡനം നടന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക? ജിതേന്ദ്രക്കെതിരെ സമാനമായ ഒരു കേസും വന്നിരുന്നു. 48 വർഷം മുമ്പ് ജിതേന്ദ്ര തന്നോട് മീറ്റു ചെയ്തു, മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കോടതിയിൽ പോയി. കോടതി ആ FIR തൂക്കിയെടുത്ത് വെളിക്കളയാണ് ചെയ്തത്. അപ്രായോഗികമാണ്. വെറുതെ കയ്യടിക്ക് വേണ്ടി കാര്യങ്ങൾ പറയുന്നതാണ്. മീഡിയയിൽ ആണുങ്ങളെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ സിദ്ദിഖിന്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച്, വനിത ലീഡ് ചെയ്യുന്ന ബെഞ്ചും ഇത് തന്നെയാണ് പറഞ്ഞത്. കാലതാമസം അടക്കിയ പല കാര്യങ്ങളുമുണ്ട്. അപ്രായോഗികമാണ് ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് FIRോ പോലീസ് അന്വേഷണമോ അല്ല, ഒരു സിനിമ കോൺക്ലേവ് വേണം. അതിൽ പുതിയ നയങ്ങൾ വേണം, നിലപാടുകൾ വേണം, നിയമം വേണം. നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വേണം. ഇവർക്ക് ഫോൺ വിളിച്ച് പറയാൻ, പരാതികൾ കൊടുക്കാൻ, മെന്ററിങ്ങിന്, കോച്ചിങ്ങിന്, കൗൺസിലിങ്ങിന് അടക്കമുള്ള സ്പേസസ് വേണം. ഇത്തരം ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ശ്രീ രാഹുൽ ഈശ്വർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ WCCയിൽ അടക്കം പല സിനിമാ മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ തന്നെ ഇവർ അമ്മയിലടക്കം പറയുമ്പോഴും അതിൽ പരാതി പോലും സ്വീകരിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോൺക്ലേവ് വന്നാൽ? അല്ല, താങ്കൾ പറഞ്ഞതിനോട് 100%, 99% 100% യോജിക്കുന്നു. അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. സിനിമാ മേഖലയ്ക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് സിനിമാ മേഖലയിലെ എല്ലാ ഉത്തരവാദിത്തമുള്ളവരും, അമ്മയാകട്ടെ അല്ലെങ്കിൽ മാക്ടെ ആകട്ടെ, ഫെഫ്കെ ആകട്ടെ, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പുതിയൊരു സമീപനത്തിനാണ് തുടക്കം കുറിക്കേണ്ടത്. സമീപനമാണ് ഇപ്പോൾ പ്രൊഡ്യൂസർമാരുടെ കൂട്ടായ്മ, അവരുടെ സംഘടന, അതിൽ നിന്ന് പരാതി പറഞ്ഞ വനിതാ പ്രൊഡ്യൂസർ, അവരെ ആ സംഘടനയിൽ നിന്നേ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. പരാതി പറഞ്ഞു എന്നതിന്റെ പേരിൽ തന്നെ ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. മുൻധാരണയോടുകൂടി ഇപ്പോൾ നേരത്തെ പല കേസുകളിലും അങ്ങ് ചൂണ്ടിക്കാണിച്ച പല കേസുകളിലും വർഷം ഇത്ര ആയില്ല, എന്തുകൊണ്ട് നേരത്തെ പരാതി ഉണ്ടായില്ല എന്ന അർത്ഥത്തിൽ കോടതികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന മുൻധാരണയിൽ പോവുകയാണെങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ ഇല്ലാതാവുകയില്ലേ? അതിൽ ജനുവിനായി പരാതി പറയുന്ന ആളുകളുമുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം വരികയാണ്. ഇങ്ങനൊരു ഹർജി വരുമ്പോൾ അതിനകത്തൊരു ഉത്തരവ് വരികയാണെങ്കിൽ അത് ഈ കേസുകളുടെ ആകെ ഭാവിയെ ഇല്ലാതാക്കുകയില്ലേ? ജനുവിനായി പരാതിയുമായി മുന്നോട്ട് പോകണം എന്നുദ്ദേശിക്കുന്നവർക്ക് പോലും ഈ ഹേമ കമ്മിറ്റിയിൽ നൽകിയ മൊഴിയായതുകൊണ്ട് അതിന് നിയമപരമായ ഒരു പ്രാബല്യമില്ലാതെ പോകില്ലേ? അല്ല, ശ്രീ ബാലഗോപാൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ പ്രശ്നമാണ്. അതായത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിധിന്യായത്തിൽ വരികയോ ചെയ്താൽ ഹൈക്കോടതിയുടെ വിധി അടക്കം ദുർബലപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലീഗൽ ബാറ്റിലേക്ക് പോകും. അവിടെയാണ് ഞാൻ അടക്കമുള്ളവർ ആദ്യം മുതലേ അഭ്യർത്ഥിക്കുന്നത്, നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് സൊല്യൂഷൻ വേണം, ഭാവിയിലേക്കുള്ളൊരു സൊല്യൂഷൻ വേണം. ഇത് തന്നെയാണ് കേരള സർക്കാരിന്റെ മനസ്സിൽ, ഇത് തന്നെയാണ് ഈ മേഖല നന്നാണോ എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ. ഞാൻ സാധാരണക്കാരനായതുകൊണ്ട് എനിക്ക് തുറന്നു പറയാം. ശ്രീ സജി ചെറിയാനോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയനോ ഒക്കെ ആ സ്വാതന്ത്ര്യത്തോട് തുറന്നു പറയാൻ കഴിയില്ല. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയല്ല, പുതിയൊരു യുഗപ്പിറവിയുടെ ജാതകം എഴുതുകയാണ് ഹേമ കമ്മിറ്റി കൊണ്ട് നമ്മൾ വേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പുതിയ നിയമങ്ങളും നടപടികളും വേണം. പഴയ കാര്യങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ശ്രീ പ്രജീഷ്, അങ്ങ് ആലോചിച്ച് നോക്കൂ. എന്നെ ഉദാഹരണമാക്കി പറയാം. രാഹുൽ ഈശ്വറാണ് കുറ്റവാളി. 15 വർഷം മുമ്പ് ഒരു കേസ് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പെൺകുട്ടി കൊടുത്തു. ആ പെൺകുട്ടിക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയും? എനിക്ക് എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയും?
15-20 വർഷം മുമ്പ്, ഇപ്പോൾ ഉദാഹരണം ഭാഗ്യലക്ഷ്മി ചേച്ചി തന്നെ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി മാഡം പറഞ്ഞത് 45 വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്തുവാണ് ഞാൻ പറഞ്ഞതെന്നാണ്. അത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ സംഭവിക്കാൻ പോകുന്നത് പുരുഷൻ കരിവാരി തേക്കപ്പെടും. ശ്രീ സിദ്ദിഖിനെ പോലെ, ശ്രീ ദിലീപിനെ പോലെ, ശ്രീ ഇടവേള ബാബുവിനെ പോലെ, അല്ലെങ്കിൽ യശശരീരനായ നമ്മുടെ മാമുക്കോയെ പോലെ ഒരുപാട് പേർ കരിവാരി തേക്കപ്പെടും. അവസാനം നാട്ടുകാർ അവർ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. പകരം വേണ്ടത് എന്താ? സംഭവിച്ചത് സംഭവിച്ചു, തെറ്റുകൾ ഉണ്ടായി, നമ്മൾ മനസ്സിലാക്കുന്നു. ആ തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. പഴയ കാര്യത്തിന്റെ പേരിൽ അടികൂടി ചത്തതിന്റെ ജാതകം നോക്കി പരസ്പരം പോരാടി നിന്ന് എവിടെ എത്താനാണ്? സിനിമാ മേഖല ഇനിയും മുമ്പോട്ട് പോകണ്ടേ? പോസിറ്റീവായ കാര്യങ്ങൾ വരണ്ടേ? ഇവർക്കെല്ലാം ജീവിക്കണ്ടേ? ആത്യന്തികമായി കേസും വഴക്കുമായിട്ട് ജീവിച്ചാൽ മതിയോ? ഇവരെല്ലാം നമ്മളെ പോലെയല്ല. ഇവരെല്ലാം ഈ മേഖലയിൽ നിന്ന് ജീവിക്കുന്നവരാണ്. ഒട്ടും പോസിറ്റിവിറ്റി ഇല്ലാതെ നെഗറ്റിവിറ്റിയിൽ അടികൂടി നിന്നാൽ ആ മേഖല ഇല്ലാതാവില്ലേ? ഇവരുടെ എല്ലാം വീട്ടിൽ മക്കളില്ലേ? അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഫീസ് കൊടുക്കണ്ടേ? ആഹാരം കഴിക്കണ്ടേ? അപ്പോൾ ഒരു പോസിറ്റീവ് അപ്രോച്ച് വേണം. ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് ഇല്ലാതാക്കരുത്. ഗവൺമെന്റിന്റെ മനസ്സിൽ ഇതാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളെയും താങ്കളെയും അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളെ പേടിച്ചാണ് പലപ്പോഴും ഗവൺമെന്റ് ഇത്രയും സ്റ്റാൻഡ് തുറന്നു പറയാത്തത്.